ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ സമയം ഇവിടെ 8:52. നമ്മൾ മുത്തങ്ങ വനത്തിലേക്ക് കയറി. ആകെ മടുത്ത് ടയേർഡായ. മാസ്ക് എനിക്ക് ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത സംഭവം ആയതുകൊണ്ട് അത് തന്നെ വെക്കുവാണ്. അപ്പോൾ അബുദാബി വരെയുള്ള വീഡിയോ ഞാൻ എടുത്ത് വെച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരുള്ളത് ക്ഷീണം ആയതുകൊണ്ട് എടുത്തില്ല കേട്ടോ. പിന്നെ ഇപ്പൊ ഓർത്തു കാട്ടിക്കൂടെ പോകുമ്പോ വല്ല മാനോ ആനയോ ഉണ്ടെങ്കിൽ എടുക്കാന്ന് ഓർത്തു. എന്റെ ചേട്ടായി എന്നെ കൂട്ടാൻ വന്നത്. ചേട്ടായി ഒരു ഹായ് പറഞ്ഞേ, കാണാം. ചേട്ടാ എന്റെ ഹസ്ബൻഡാ. അപ്പൊ എന്ത് വന്നപ്പോ തൊട്ട് ചാറ്റൽ മഴ. ഇന്നലെ രാത്രിയില് ഭയങ്കര മഴയായിരുന്നു എന്നാ പറഞ്ഞത്. ഇവിടെയാണെങ്കിൽ നല്ല ചാറ്റൽ മഴയാണ്. ഒരു തണുപ്പ് മൂടി കെട്ടിയൊരു കാലാവസ്ഥ, ഒരു സുഖമില്ല. സുഖമില്ലാത്തത് മടുത്തിട്ടാട്ടോ. ഇതാണ് മുഴുവൻ ഫോറസ്റ്റ് ആണ്. പക്ഷെ ഇനി ആനേനെയൊക്കെ കാണുവാണെങ്കിൽ ഞാൻ ഓണാക്കാം. അല്ലാണ്ട് ഇപ്പൊ വെറുതെ ഇത് പിടിച്ചു ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതല്ലേട്ടെ നല്ല ഓക്കെ. മാന കാണാമോ? മാനുകളുണ്ട് ഇവിടെ. ഇങ്ങോട്ട് വന്ന മക്കളെ ഉണ്ടോ? വൻകുട്ടികൾ ഓടിക്കളിക്കുന്നു. മൂന്നെണ്ണം ഉണ്ടല്ലേ. എന്നിട്ട് ആനക്കുട്ടന്മാരെ കണ്ടോ? രണ്ട് കുഞ്ഞും ഒരു ചെറുതും ഒരു വലിയതും. 5 അത്ര ക്ലിയർ ആയി പോയില്ല. സാരില്ല, മതി. സുമാക്കുന്ന മേലേക്കാ. അത് മതി. ഇത് ബന്ദിപ്പൂരാണ്, ബന്ദിപ്പൂര് കാടാണ്. മുത്തങ്ങ ആയില്ലേ. മുത്തങ്ങയ്ക്ക് ഇനി സമയം എടുക്കും. ചേട്ടൻ എടുക്കുന്ന പോലെ ക്ലിയർ ആയില്ല എനിക്ക്. പക്ഷെ അതിന്റെ അടുത്തുനിന്ന് പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അടുത്തുനിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ പുറകെ വന്ന പണി കിട്ടും. അവിടെ ഒരു ആനയുണ്ട്, ശ്രദ്ധിച്ച് കാണാവേ. കാട്ടാനല്ലേ? ആണോ? രണ്ടുമോ? കുട്ടിയാനകളാണ്. അതിന്റെ കഴുത്തെ മണി കിടപ്പുണ്ട്. ബെല്ല്. അപ്പൊ ഇതാണ് നമ്മൾ ബന്ദിപ്പൂര് കഴിഞ്ഞു. നമ്മൾ കേരളത്തിലേക്ക് പ്രവേശിച്ചു. ഇതാ വയനാട് വന്യജീവി ഉണ്ടോ? സ്വാഗതം, വയനാട് വന്യജീവി സങ്കേതം. അപ്പൊ നമ്മുടെ സ്വന്തം വയനാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വയനാട്ടിലെ കാട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ബത്തേരി കഴിഞ്ഞ് വീണ്ടും ഒരു കാടുണ്ട് അല്ലേ? 3 ചെറിയ കാടുണ്ട് ബത്തേരി കഴിഞ്ഞ്. ഇപ്പൊ നമ്മള് ബത്തേരിയിലേക്കാട്ടോ പോകുന്നത്. ഇപ്പൊ നമ്മള് ബത്തേരി എത്തിട്ടോ. ബത്തേരി മത്തായി മിന്റ് ഹോട്ടലിൽ കയറി. പൊറോട്ട, ചേട്ടായി പൊറോട്ടയും ബീഫ് കറിയും, ഞാൻ പൊറോട്ടയും ഫിഷും ആണ്. ചേട്ടയുടെ ഫേവറേറ്റ് ആണ് പൊറോട്ടയും ബീഫും. എൻ്റെ ഫേവറേറ്റ് പൊറോട്ടയും മീൻ. കപ്പ ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പൊറോട്ടയിൽ ഒതുക്കി. എങ്ങനെയുണ്ട് ചേട്ടായി പൊറോട്ട? അയലക്കറി പൊളിയാ. ഇതാട്ടോ എൻ്റെ മീൻകറി, നോക്കട്ടെ. വലിയ കുഴപ്പമില്ലെന്നറിയാം. അയലയാണ്. അപ്പൊ ഇന്ന് നമ്മളിപ്പോ പോകുന്നത്, അമ്മയുണ്ട്, ചേട്ടായിയുടെ അമ്മ, ചേട്ടായി, ഞങ്ങള് പോവാണ് വോട്ട് ചെയ്യാൻ. ഇവിടെ തൊട്ടടുത്താട്ടോ സ്കൂള്. ഇപ്പൊ വയനാട് തെരഞ്ഞെടുപ്പില് വോട്ട് ചെയ്യാൻ പോവാണ്. പ്രിയങ്ക ഗാന്ധിക്കും മറ്റേ ആരാട്ടെ എന്ത് മുഖേരി, മറ്റേത് സത്യൻ മുഖേരി LDF, മറ്റേത് നമ്മുടെ സ്വന്തം പ്രിയങ്ക ഗാന്ധി. അപ്പൊ വോട്ട് ഞങ്ങളെ സ്വന്തം അല്ലേ?
നിങ്ങൾ വേറെയല്ലേ? ഞങ്ങളെ സ്വന്തം, എന്റെ സ്വന്തം പ്രിയങ്ക ഗാന്ധി, ഞങ്ങളുടെ സ്വന്തം സത്യൻ മുഖേരി. അപ്പൊ അതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരും കേട്ടോ. ഫെബ്രുവരി 13 വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ഒന്ന് സോണിയാഗാന്ധിയും ഒന്ന് പ്രിയങ്ക ഗാന്ധിയും മറ്റേത് സത്യൻ മുഖേരി. അപ്പോൾ ഞാനിന്ന് വോട്ട് ചെയ്തു. എൻ്റെ 4ാമത്തെ വോട്ടാണ് കേട്ടോ. ഇതാണ്ട് അമ്മ അയച്ചിരിക്കും നീങ്കേ. ഇതാണ് അമ്മയും ഞാനും മോനുസില്ല ചേട്ടായും ഞങ്ങൾ വോട്ട് ചെയ്തു കേട്ടോ. ഞാൻ വോട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ എൻ്റെ ആകെ ഞാൻ ചെയ്തിട്ടുള്ള 4 വോട്ടാണ്, 4ാമത്തെ വോട്ടാണ് ഇത് കേട്ടോ. അങ്ങനെ വോട്ട് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടി. അപ്പം ഇതോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഇസ്രായേലിൽ നിന്ന് തൊട്ട് ഇന്ത്യ വരെ എത്തിയിട്ടുള്ള വീഡിയോ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ വന്നിട്ട് ഇതുവരെ കൊച്ചിനെ കണ്ടിട്ടില്ല ഞാൻ. അപ്പോൾ കൊച്ചിനെ കാണാൻ വേണ്ടി പോവാണ്. ചേച്ചിയുടെ അടുത്താണ് കൊച്ച്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ച് കൊച്ചിനെ കൂട്ടി ഞങ്ങൾ ഇങ്ങോട്ട് സീതാമൗണ്ടിലേക്ക് വരുവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാ ബൈ. അപ്പോൾ മോനൂസിനെ കാണാൻ പോകുന്ന വീഡിയോ അടുത്ത എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യാം. ടാറ്റാ.